നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ ആക്വാ സ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. ചേലക്കര വെങ്ങാനല്ലൂർ കിസാൻ നിധി സേവാ സമിതിയുടെ ഉദ്ഘാടനവും ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫും തൈക്കാട്ടിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ബിജെപി ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. 2020 പ്രവർത്തനമാരംഭിച്ച ചേലക്കര വെങ്ങാനല്ലൂർ കിസാൻ നിധി എന്ന സ്ഥാപനത്തിന്റെ സാമൂഹിക സാംസ്കാരിക സേവന സന്നദ്ധമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട VKNL സേവാ സമിതി എന്ന സേവാ സംരംഭത്തിന്റെ ഉദ്ഘാടനവും ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവുമാണ് നടന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു സേവാ സമിതിയുടെ രൂപീകരണം, ചാരിറ്റബിൾ പ്രവർത്തനത്തിൻ്റെ രൂപീകരണം, അതുപോലെ തന്നെ നമുക്കെല്ലാം എപ്പോഴും നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. വികസന കാര്യങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതാര് നടത്തിയാലും രണ്ടും കൈ നീട്ടി സ്വീകരിക്കാനുള്ള മനുഷ്യ മനസ്സിനുണ്ടാവും. ഈ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഒരു പ്രാഗൽഭ്യം ഇപ്പോൾ കൂടി വരികയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വൃദ്ധ സദനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. അവരെയൊക്കെ സഹായിക്കാനുള്ള മനസ്സ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾ കൂടി ചേർന്ന് പാവങ്ങളുടെ കൈത്താങ്ങായി നിൽക്കാൻ ഒരു സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാവിധ വിജയാശംസകളും ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. ബിജെപി ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ജീവകാരുണ്യ മേഖലയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജീവൻ രക്ഷിക്കാൻ. നമുക്ക് ഒരു ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ആ ഒരു ജീവൻ രക്ഷിക്കാൻ ഇന്ന് നമുക്ക് മരുന്നുകളും ഹോസ്പിറ്റലുകളും അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി യഥാസമയങ്ങളിൽ ആ ഒരു രോഗിയെ വഹിച്ചുകൊണ്ട് കൃത്യസമയങ്ങളിൽ എത്തിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ഈ ആംബുലൻസ് ആ ഒരു സർവീസ് കൊണ്ട് നമ്മളെല്ലാവരും കാണുന്നത്. നമ്മെ സംബന്ധിച്ച് ഇന്ന് പല സംഘടനകളും ഇത്തരത്തിലുള്ള സർവീസുകൾ ആംബുലൻസ് സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇന്ന് ചില സമയങ്ങളിൽ ചില ആപത്ഘട്ടങ്ങളിൽ അതൊന്നും തികയാതെ അതൊന്നും വിളിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം ഘട്ടങ്ങളിൽ ഒരു വെളിപ്പുറത്ത് ഓടിയെത്തി ആ ഒരു രോഗിയായിക്കോട്ടെ, ഒരു ആക്സിഡൻ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ഒരു ആപത്ഘട്ടത്തിൽ അവരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യസമയത്ത് എത്തിക്കാനും അതേപോലെ ആ ഒരു പ്രവർത്തനത്തിൽ സജീവമാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. VKNL സേവാ സമിതി പ്രസിഡന്റ് KK ശ്രീകുമാർ അധ്യക്ഷനായി. നമുക്ക് സാധിക്കുന്ന വിധം അല്ലെങ്കിൽ നമ്മൾ ടീമായിട്ട് പറ്റുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ. പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു വഴിത്തിരിവിലേക്ക് കാലുവയ്ക്കുകയാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്ന ഒരു ആംബുലൻസ്
ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ പറയാനില്ല. ഒരുപാട് പ്രാവശ്യം അതിനുവേണ്ടി പ്രയത്നിച്ചു. പക്ഷെ ഇപ്പോൾ ആ സുദിനം നമുക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആംബുലൻസിൻ്റെ കൂടെ നമ്മൾ ഒരു VKNL സേവാ സമിതി എന്നുള്ള സംഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുത്തു. അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക. ഇത്ര കാലവും നമുക്ക് നമ്മളോട് സഹകരിച്ച, നമ്മളെ പിന്തുണച്ച എല്ലാവരായ നാട്ടുകാരും, നമ്മുടെ പ്രവർത്തകരും, നമ്മുടെ സഹോദരങ്ങളും ഇനിയുള്ള വഴിയിലും നമ്മളെ സഹായിച്ചുകൊണ്ടും നമുക്ക് വഴികാട്ടിയും നമ്മുടെ ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി, 23-ാം വാർഡ് മെമ്പർ സരിത പ്രഭാകരൻ, 4-ാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ, BJP ചേലക്കര മേഖലാ പ്രസിഡന്റ് സുനിൽകുമാർ, VKNL സേവാ സമിതി സെക്രട്ടറി TR ജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് MK പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആംബുലൻസ്, ഫ്രീസർ സർവീസ്, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ 24 മണിക്കൂറും ഉപയോഗസന്നദ്ധമായിരിക്കുമെന്നും അതിനായി 6235680586 എന്ന ഫോൺ നമ്പർ ഉപയോഗപ്പെടുത്താമെന്നും VKNL സേവാ സമിതി അറിയിച്ചു. തികച്ച സമാധാനമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ തോത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വരുമ്പോൾ ചെറിയൊരു കണക്ക് അപകടത്തിൻ്റെ ഒരു കണക്കെടുക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏകദേശം 2 മില്യൺ ജനങ്ങൾ ഒരു വർഷം ഗുരുതരമായ അപകടത്തിൽ മരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിതി ഒട്ടും മോശമല്ല. ഏകദേശം 8000-ഓളം അപകടങ്ങൾ ഓരോ ദിവസവും ഈ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 498 പേർ അല്ലെങ്കിൽ 500 പേർ ഒരു ദിവസം അപകടത്തിൽ മരിക്കുന്നു. കേരളത്തിലെ സ്ഥിതി തുലോം വളരെ ശരാശരി കൂടുതലാണ് കേരളത്തിൽ. അങ്ങനെ നമ്മൾ കണക്കെടുക്കുമ്പോൾ ഈ അപകട മരണത്തിൻ്റെ എല്ലാം കാരണം ഒരു അപകടമോ ഒരു അസുഖമോ ആരും തന്നെ ആഗ്രഹിച്ചു വരുന്നതല്ല, ആരും ക്ഷണിച്ചു വരുത്തുന്നതുമല്ല. നമ്മളറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിൽ വന്നു ചേരുന്ന അതിഥിയെ അതിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം കിട്ടുന്നതിനായി അല്ലെങ്കിൽ വരാവുന്ന ശാരീരിക വലിയ വൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്തുള്ള ആതുര ശുശ്രൂഷാലയത്തിൽ, ആതുര കേന്ദ്രത്തിൽ, ആശുപത്രിയിൽ എത്തിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഈ ആംബുലൻസ് തന്നെയാണ്. ഒരു നിമിഷം നമ്മളറിയാതെ വരുന്ന, ഒരു നിമിഷം കൊണ്ട് വരുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ ഒരു പരാലിസിസ്, അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ്, ഇതാരും നമ്മൾ ചോദിച്ചു വാങ്ങുന്നോ, വില കൊടുത്ത് വാങ്ങുന്നതോ, ആഗ്രഹിച്ചോ ക്ഷണിച്ചോ അല്ല വരുന്നത്. നമ്മളറിയാതെ നമ്മളെ തേടി വരുന്ന ആ ദുരിതത്തിന്, ആ അപകടത്തിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത്തരം സ്ഥാനങ്ങൾ ഈ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ചേലക്കര ഒരു രാഷ്ട്രീയമോ ഒരു കക്ഷിയോ അല്ലെങ്കിൽ ഒരു മതമോ സാമ്പത്തികമോ ഒന്നും നോക്കാൻ തുടങ്ങിയ പരിപാടി തീർച്ചയായും സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ആംബുലൻസിനെ കുറിച്ച് പറയുമ്പോൾ ചേലക്കരയിലെ ആദ്യത്തെ ആംബുലൻസ് ആരുടേതാണെന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയുമായിരിക്കും, എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ആദ്യത്തെ ആംബുലൻസ് സർവീസ് തുടങ്ങിയതും വെങ്ങാനല്ലൂർ മേഖലയിൽ നിന്നാണ്. അത് യഥാർത്ഥത്തിലെ ആംബുലൻസ് അല്ല, ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, മാത്തേട്ടൻ്റെ ജീപ്പായിരുന്നു ചേലക്കരയിലെ ആദ്യകാലത്തെ ആംബുലൻസ്. അതിൽ നിന്ന് വളർന്നു വന്നിട്ടാണ് ഇന്ന് ഇത്രയും 5-6 ആംബുലൻസുകൾ ഇപ്പോൾ നമ്മുടെ ചേലക്കര മേഖലയിലുണ്ട്. ഇത്രയും ആംബുലൻസുകൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരു ആംബുലൻസ് കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സമയം നമുക്ക് പലപ്പോഴും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെങ്ങാനല്ലൂർ കിസാൻ നിധി ലിമിറ്റഡ് അതൊരു സാമ്പത്തിക സ്ഥാപനമാണ്. ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമാണ്. ഈ ലിമിറ്റഡ് കമ്പനി അത് ലാഭം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും അവരുടെ ലക്ഷ്യം, സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഇന്ന് ലാഭം ഉണ്ടാക്കുക, നാളെ ലാഭം ഉണ്ടാക്കുക, മറ്റന്നാളും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് സാധാരണഗതി ഏത് സാമ്പത്തിക സ്ഥാപനവും ലക്ഷ്യമാണ്. പക്ഷെ ഇവിടെ നമ്മുടെ വെങ്ങാനല്ലൂർ കിസാൻ നിധി ലിമിറ്റഡ് അതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ലാഭത്തിന്റെ ഒരു ഭാഗം സാമൂഹ്യ സേവന രംഗത്തേക്ക്, ജനസേവന രംഗത്തേക്ക് കൂടി അവരത് ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ആംബുലൻസ് സർവീസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും അശരണരായുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഉദ്യമത്തിന് മുതിർന്ന ഈ നിധി ലിമിറ്റഡിന്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒരു ആംബുലൻസ് സർവീസ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. കുറേ വർഷങ്ങളായി
ഏത് രീതിയിലായാലും ഒരു ആംബുലൻസ് നമുക്ക് വേണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്കൊക്കെ വളരെ ആവശ്യമായ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആംബുലൻസ് ഉണ്ടാവുക എന്നുള്ളത്. എന്തു തന്നെയായാലും VKNL അതായത് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയും ഇതിനോടുകൂടി എല്ലാ രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും തുടർന്ന് വന്നിട്ടുള്ള സേവാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ആംബുലൻസും എല്ലാവർക്കും സഹായകരമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പുതിയ വെളിച്ചം നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു നൽകുക എന്ന ഒരു ദൗത്യവുമായി രൂപം കൊണ്ടിട്ടുള്ള VKNL സേവാസമിതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പേരിലും VKNL സേവാസമിതിയുടെ പേരിലും ആദ്യമായി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 2020 പ്രവർത്തനം ആരംഭിച്ച വെങ്ങാനല്ലൂർ കിസാൻ നിധി ലിമിറ്റഡിൻ്റെ അന്നു മുതലുള്ള ഒരു പ്രയാണത്തിൽ നമ്മൾ ചിന്തിച്ച ആദ്യത്തെ വലിയൊരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം ചേലക്കര മേഖലയിലെ വ്യത്യസ്ത ആംബുലൻസ് സർവീസുകളുടെ കാര്യം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫ്രീസർ മറ്റ് സംവിധാനങ്ങളുടെ കാര്യമൊക്കെ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ടു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സേവന പ്രവർത്തനവുമായി VKNL സേവാ സമിതി എന്ന ഈ സംരംഭം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടേതായ മുഴുവൻ ആളുകളും അത് ഈ സമാജത്തിന് ഉണർവേകാൻ ഒപ്പം ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ ആക്വാസ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. വെള്ളം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ കിച്ചൺ വാട്ടർ പ്യൂരിഫയർ, ഹോൾ ഹൗസ് വാട്ടർ ഫിൽട്രേഷൻ മോഡലുകൾ എന്നിവ നിർദ്ദേശിക്കുന്നു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ സെയിൽസ് ആൻഡ് സർവീസുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ പഴയതോ പ്രവർത്തനരഹിതമായതോ ആയ വാട്ടർ പ്യൂരിഫയറുകൾ മാറ്റി പുതിയതെടുക്കാൻ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും ലഭ്യമാണ്. ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ 20 മുതൽ 500 LPH വരെയുള്ള വലിയ RO പ്ലാന്റുകളും ചെയ്തു നൽകുന്നു. നിങ്ങളുടെ പ്യൂരിഫയർ ഏത് ബ്രാൻഡാണെങ്കിലും കുറഞ്ഞ ചെലവിൽ കൃത്യസമയത്ത് ഗുണമേന്മയുള്ള സർവീസ് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ശുദ്ധജലം തുടർച്ചയായി വേണമെങ്കിൽ ഓൺ ടൈം സർവീസ് അനിവാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനായി ഉടൻ ബന്ധപ്പെടൂ ആക്വാസ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സ്.